അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ പള്ളികളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലും ഇഫ്താർ സംഘം സംഘടിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ കൊടക് ജില്ലയിലെ കവടക്കേരി എന്ന് പറയുന്ന ഹംസത്തുൽ ഖറാർ ജുമാ മസ്ജിദിൽ മഹല്ല് നിവാസികൾ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് 2025 മാർച്ച് 23 മഹത്തായ ഇഫ്താർ സംഘം സംഘടിപ്പിക്കുകയുണ്ടായി. അത് മറ്റു മഹല്ലിനെ അപേക്ഷിച്ചുകൊണ്ട് എല്ലാ നിലക്കും തീർത്തും വ്യത്യസ്തമായതാണ്, എടുത്തു പറയേണ്ടതാണ്. അതിന്റെ സംഘാടകരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഈ ഇഫ്താർ സംഘം കൊണ്ട്? അവിടെയുള്ള എല്ലാ ആളുകളും ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അതിന്റെ രീതിയിൽ ഇഫ്താർ സംഘം സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ സംഘാടകർ പറഞ്ഞത്, നമുക്ക് ഒരുപാട് കൂലികൾ കിട്ടുന്നുണ്ട് നോമ്പ് തുറപ്പിച്ചത് കൊണ്ട്. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം മരിച്ചുപോയ ആളുകൾക്ക് ഇതിൻ്റെ ഒക്കെ കൂലി കിട്ടാനാണ് ഞങ്ങൾ കൂട്ടമായി ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷമുണ്ടായി. കാരണം ഈ റമദാൻ കാലത്ത് മരിച്ചവരെയും മറക്കുന്നില്ലല്ലോ മഹല്ല് നിവാസികൾ. വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഈ നോമ്പ് തുറ മറ്റു ആളുകൾക്കും വലിയൊരു മാതൃകാപരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് തുറ സംഘടിപ്പിച്ച നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് തുറപ്പിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു സ്വർഗീയ ഭക്ഷണം ഹലാലാക്കി നരകീയ ഭക്ഷണം അള്ളാഹു ഹറാമാക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.